അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമുക്കിന്ന് നോക്കാനുള്ളത് പദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിലെ തജ്വീദിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ തന്നെ നമ്മുടെ തജ്വീദിലെ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെയും കിട്ടാത്തവർ താഴെ ക്വിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടുതരുന്നുണ്ട്. അതുപോലെ മറ്റു ക്ലാസ്സുകളുടെ ക്വിസുകളും അതുപോലെ തന്നെ മോഡൽ ചോദ്യപേപ്പറുടെ വീഡിയോകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതങ്ങനെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുതരും. നമുക്കിനി നേരെ തജ്വീദിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. താഴെ കൊടുത്ത വരി പൂരിപ്പിച്ചു കൊടുക്കുക. 1. സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിനോടത് ശുപാർശ ചെയ്യും. അടുത്തത്, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്ത് കൊണ്ടാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത്. അടുത്തത്, സക്തയുടെ ഹ ഇനി എപ്പോഴും ഡാഷ്. സക്തയുടെ ഹ ഇനി എപ്പോഴും സുക്കൂനായിരിക്കും. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഡാഷ്. സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇനി അടുത്ത പൂരിപ്പിക്കാനുള്ളത്, ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനപ്പാഠമാക്കലും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനപ്പാഠമാക്കലും വളരെ ശ്രേഷ്ഠമുള്ളതാണ്. ഇനി അടുത്തത്, ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാഠമുള്ള ഒരാളെങ്കിലും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ലമീറിൻ്റെ ഹ ഇന്ന് നീട്ടാതെ ഓതണം എപ്പോൾ? ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം എപ്പോൾ? പൂരിപ്പിച്ചു കൊടുക്കാം. ലമീറിൻ്റെ ഹ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹ ഇനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടിയും ഓതണം. അത് 4ാമത്തെ പാഠം അല്ലഹ എന്നുള്ള പാഠത്തിലെ ചോദ്യമാണ്. ആ പാഠം ഇതുവരെയായിട്ടും ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ 5ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ ക്ലാസ് ഉണ്ടാകും. നല്ല കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി അടുത്തത്, തഅനീസിൻ്റെ ഹ ഇനെ ചേർത്തി ഓതുമ്പോൾ ഓതണം എങ്ങനെ? വഖഫ് ചെയ്യുമ്പോൾ ഓതണം എങ്ങനെ? തഅനീസിൻ്റെ ഹ ഇനെ ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കാം. തഅനീസിൻ്റെ ഹ ഇനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ 2 എഴുതണം. ഈ തഅനീസിൻ്റെ ഹ, സക്തയുടെ ഹ, ലമീറിൻ്റെ ഹ, എല്ലാത്തിനും ഈ 2 ഉദാഹരണം പഠിച്ചു വെക്കുക. പ്രത്യേകിച്ചും ലമീറിൻ്റെ ഹ വേർതിരിച്ചു പഠിക്കണം. കാരണം അതിൽ ലമീറിൻ്റെ ഹ ഇൻ്റെ മുമ്പ് സുക്കൂൻ വന്നത് ചോദിക്കും. ചിലപ്പോൾ ലമീറിൻ്റെ ഹ ഇൻ്റെ ശേഷം സുക്കൂൻ വന്നത് ചോദിക്കും. ചിലപ്പോൾ ലമീറിൻ്റെ ഹ ഇൻ്റെ മുമ്പും ശേഷം സുക്കൂനുള്ളത് ചോദിക്കും. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കാം. അടുത്ത ചോദ്യം, സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന്? അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അടുത്തത്, റിഖവ് ഉദ്ദേശം എഴുതാനാണ്. റിഖവിൻ്റെ ഉദ്ദേശം എന്താണ്? മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. 2. ഇസ്തിഅ്ലാ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ.
3 ഇത്ബാഖ്. ഇത്ബാഖിൻ്റെ ഉദ്ദേശം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. ഖൽഖലത്ത് ഉദ്ദേശം സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ഹംസത്തുൽ ഖത്അ. എന്താണ് ഹംസത്തുൽ ഖത്അ? ഉത്തരം, തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. അതിന് ഈ 2 ഉദാഹരണം പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കും. അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഹംസത്തുൽ വസ്ൽ. എന്താണ് ഹംസത്തുൽ വസ്ൽ? ഈ ഹംസത്തുൽ ഖത്അവും ഹംസത്തുൽ വസ്ലും നിർബന്ധമായി പഠിക്കണം. ഹംസത്തുൽ വസ്ൽ എന്നാൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. അതിനും ഈ 2 ഉദാഹരണം പഠിച്ചു വെക്കുക. ഇനി അടുത്തത് യോജിച്ചവ ചേർക്കാം. 1 ഡാഷ് സക്തയുടെ ഹ. അവിടെ സക്തയുടെ ഹ ഇൻ്റെ ഉദാഹരണം മുകളിലെ ബ്രാക്കറ്റിലുണ്ട്, അതെടുത്ത് എഴുതുക. സക്തയുടെ ഹ ഇനി എപ്പോഴും സുക്കൂനായിരിക്കും. അതാണ് സക്തയുടെ ഹ തിരിച്ചറിയാനുള്ള അടയാളം. അപ്പോൾ ഇതിലെവിടെ സുക്കൂന് നോക്കിയാൽ മതി. കിതാബിയ കണ്ടില്ലേ, അവസാനം സുക്കൂനാണ്. 2 ഡാഷ് മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അതിന് യോജിച്ചത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. 3 തഅനീസിൻ്റെ ഹ. തഅനീസിൻ്റെ ഹ തിരിച്ചറിയാൻ സിമ്പിളാണ്, വെറും ത ആയിട്ടായിരിക്കും. ഉദാഹരണത്തിന് ആമിലത്തുൻ നാസിബത്തുൻ. ഇനി അടുത്തത് ഡാഷ് ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അതിൻ്റെത് അൽ മാഹിറു. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. അവസാനത്തത് ലമീറിൻ്റെ ഹ. ലമീറിൻ്റെ ഹ ഏതുപോലെയായിരിക്കും? ഇലൈഹി, ലഹു, മിൻഹു, അൻഹു, ഇതുപോലെ ചെറിയ ചെറിയ വാക്കുമയായിരിക്കും. ലമീറിൻ്റെ ഹ ഇൻ്റെ ഉദാഹരണം വ ഇലൈഹിൽ മസീർ. ഇനി അടുത്തത് വേർതിരിക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതിയെടുക്കാനാണ്. വ അഖ്ശൗനിൽ യൗമ. അത് ഏതിൻ്റെയാണ്? ഹംസത്തുൽ ഖത്അ ആണോ ഹംസത്തുൽ വസ്ലാണോ? ഹംസത്തുൽ വസ്ലാണ്. ചേർത്തി ഓതുമ്പോൾ എന്ത് ചെയ്തു? വഖ്ശൗനി. വ അഖ്ശൗനി എന്നല്ല, വഖ്ശൗനി എന്ന ഓതിയത്. 2 ഫി അഹ്സനി തഖ്വീം. അത് ഹംസത്തുൽ ഖത്അ ആണ്, കാരണം ഹംസ നന്നായി ഉച്ചരിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് വഖീമു വുജൂഹക്കും. വ അഖീമു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഹംസത്തുൽ ഖത്അയിലാണ് ഉൾപ്പെടുക. അടുത്തത് ഈസ ഇബ്നു മറിയം. അത് ഹംസത്തുൽ വസ്ലാണ്. ചേർത്തി ഒതിപ്പോൾ പോയി ഈസ ഇബ്നു മറിയം. ഇബ്നു എന്നല്ല പറഞ്ഞത്, ഈസ ഇബ്നു. ഇബ്നു സബ്നു ഉണ്ടോ? അപ്പോൾ അവിടെ ഹംസ വ്യക്തമാക്കിയില്ല, ഹംസത്തുൽ വസ്ലാണ്. ചേർത്തി ഒതിപ്പോൾ പോയി. അടുത്ത ഉദാഹരണം ഇംറഅത്തുൻ ഫിർഔന. അത് ഹംസത്തുൽ ഖത്അ ആണ്, തുടക്കത്തിൽ വരികയും അത് ഉച്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇയ്യാക നഅ്ബുദു. അതും ഹംസത്തുൽ ഖത്അ ആണ്. അടുത്തത് റബ്ബിർഹംഹുമാ. അവിടെ ഏതാ? ഹംസത്തുൽ വസ്ലാണ്. ചേർത്തി ഒതിപ്പോൾ പോയി. റബ്ബിർ ഇർഹംഹുമാ എന്നല്ല, റബ്ബിർഹംഹുമാ ഹംസത്തുൽ വസ്ൽ. ഇനി അഊദു ബില്ലാഹി. ഇതോ ഹംസത്തുൽ ഖത്അ ആണ്, തുടക്കത്തിൽ ഉച്ചരിച്ചു. ഇതോടുകൂടെ നമ്മുടെ 5ാം ക്ലാസ്സിലെ തജ്വീദുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.